നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് JTS എന്ന കമ്പനി പുറത്തിറക്കുന്ന JTSന്റെ TK600 എന്ന മോഡലിൽ വരുന്ന ഒരു മൈക്രോഫോണാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് മൈക്രോഫോണിൻ്റെ പായ്ക്ക്. ഇനി നമുക്ക് തുറന്ന് മൈക്രോഫോൺ ഒന്ന് കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്ന പായ്ക്ക്. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ മോഡൽ നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട്. TK600 JTS എന്ന കമ്പനിയുടെ പേരും അവിടെ കാണാം. നമുക്കിനി ഈ കവറൊന്ന് തുറന്ന് ഇതിനകത്തൊന്ന് മൈക്കൊന്ന് വെളിയിലെടുക്കാം. ആദ്യത്തെ കവർ നമ്മൾ ഊരി മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് മുകളിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് മൈക്ക് ഇതേപോലെയാണ് വരുന്നത്. ഞാനൊന്നത് ഓപ്പൺ ചെയ്തതാണ്. അതിൻ്റെ ഒരു ബബിൾ കവറിലാണ് ഈ മൈക്ക് വന്നിരുന്നത്. ഞാൻ ആ കവർ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്റ്റാൻഡിലൊക്കെ മൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മൗണ്ടാണിത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ മൈക്കാണ്. ഈ മൈക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു മൈക്കാണ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ്. ഇവിടെ TK600 എന്ന ബ്രാൻഡിങ് കാണാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ആണിത് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മൈക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ ഇത് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൈക്ക് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെ നമ്മുടെ മൈക്കിൻ്റെ കണക്ടറാണിത്. കേബിൾ ഇവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതൊരു വയേർഡ് മൈക്കാണ്. ഇതിൻ്റെ വില വരുന്നത് 2000 രൂപയ്ക്കടുത്ത് വില വരുന്നുണ്ട്. നേരത്തെ ഇതിന് 1750 രൂപ 1850 രൂപയൊക്കെ ആയിരുന്നു റേറ്റ് വന്നിരുന്നത്. ഇപ്പോൾ റേറ്റ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മൈക്കിൻ്റെ വില കൂടിയിട്ടുണ്ട്. 2000 രൂപയിൽ താഴെയാണ് ഇപ്പോൾ ഇതിന് വില വരുന്നത്. നിങ്ങൾക്ക് ഡെലിവറി ആവശ്യമെങ്കിൽ അതിന് പ്രത്യേകം ചാർജും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മൈക്ക് മെയിൽ വോയിസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന് ഡെപ്ത് കിട്ടും. അതേപോലെ തന്നെ നല്ല ബാസും ഒക്കെ കിട്ടുന്ന നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ ആണുങ്ങൾ പാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സറിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. ആ മിക്സറിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചെക്ക് ചെയ്യാനായിട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് JTSൻ്റെ TK600 എന്ന മോഡൽ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ട് ഇത്രയും ക്വാളിറ്റിയിൽ വരാനായിട്ട് ഈ മൈക്ക് മാത്രമല്ല കാരണം, മറ്റ് ചില ഉപകരണങ്ങൾ കൂടി നമ്മളതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയുള്ളൊരു സൗണ്ട് കിട്ടുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ മിക്സർ ആണെങ്കിൽ പോലും മൈക്കിന് നല്ല പെർഫോമൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു പാട്ട് പാടി കേൾപ്പിക്കാം, ഈ മൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നറിയുവാനായിട്ട്. മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി, കദളി വനങ്ങൾ താണ്ടി വന്ന എന്തിനാണു നീ മിഴിനീർക്കിനാവിലൂർന്നതെന്തേ സ്നേഹലോലയാ, മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ മൈക്ക് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.